അച്ഛൻ ആത്മഹത്യയെ ശ്രമിച്ചത് എന്തിനെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോവും. അവനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അവൻ നമ്മളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരായിട്ട് ഞാൻ വീഡിയോ ഇടും എന്ന് താങ്കൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കാര്യമാണ് താങ്കൾ ഈ പറയുന്ന ഈ രണാസുനയുടെ മകനെ കുറിച്ച് എന്ത് സീക്രട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? കൊല്ലം സുധിയുടെ മകൻ താങ്കളെയൊക്കെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമസ്കാരം. രണാസുനയെ കുറിച്ചും ഓന്ത് തങ്കുവിനെ കുറിച്ചും അവരുടെ ഫാമിലിയെ കുറിച്ചും കുറച്ചധികം കാര്യങ്ങൾ കുറച്ചു കാലങ്ങളായി ഞങ്ങൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിടെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഈ പറയുന്ന മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് നമ്മളെല്ലാം ഒറ്റ സെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരി അടക്കം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു ഇവർ തമ്മിൽ മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോ ഈ വന്ന് കാണിക്കുന്നതൊക്കെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ഈ വീഡിയോ ഞാൻ ഇപ്പൊ ഇടാൻ കാരണം, ഇപ്പൊ നമ്മുടെ താജ് പിന്നീട് പത്തനംതിട്ട ആ പുള്ളിയുടെ ഒരു വീഡിയോ ഫൈനൽ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. താജ് പത്തനംതിട്ട ആ പുള്ളി അതിനകത്ത് കുറച്ച് ആൾക്കാര് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത കുറച്ച് സംഭവങ്ങൾ പിന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവം നമുക്കും കിട്ടിയിട്ടുണ്ട്. അതായത് സുധി മരിച്ചതിന് ശേഷം ഒരുപാട് പേര് ഈ പറയുന്ന രണാസുനയ്ക്ക് പല കാര്യങ്ങളിലായി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? പല ക്യാഷ് മാത്രമല്ല, ഡ്രസ്സുകൾ, മറ്റൊന്ന് മറിച്ച്, അങ്ങനെ ഒരുപാട് എവിഡൻസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഇനി എന്താണ് ഈ സംഭവം, ഈ താജ് പത്തനംതിട്ട എന്താണ് പറഞ്ഞത് എന്നുള്ളത് കണ്ടതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പ്രതികരിക്കാം. ഓക്കെ, ആദ്യം താജ് പത്തനംതിട്ട എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. കഴിഞ്ഞും സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയതിന്റെ തെളിവ് നോക്കിയാണ്ടോ? ഇത് വന്നിരിക്കുന്നത് സുധിച്ചേട്ടന്റെ പേരിലുമാണ്. ഇപ്പോഴും കൊല്ലം സുധി എന്ന കലാകാരന്റെ ജിപേയിലോട്ടാണ് ജൂൺ 2023 എനിക്ക് ഓരോരുത്തർ അയച്ചു തന്നോണ്ടിരിക്കുക. സുധിയുടെ മകൻ അയച്ചു തന്നോണ്ടിരിക്കുക. ഇപ്പൊ വന്നാ കണ്ടോ? രേണുവിന്റെ പപ്പ പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ എനിക്കും കൂടെ ഓരോരുത്തർ അയച്ചു തന്നോണ്ടിരിക്കും. ഈ മൂത്ത ചെറുക്കൻ മോനെ ഒന്ന് വിളിച്ച് അവൻ ഫോൺ എടുക്കുന്നത്. രേണുവിന്റെ പപ്പ, രേണുവിന്റെ ചേച്ചി, ഇവരൊക്കെ പറഞ്ഞത് മൊത്തവും എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ഞാൻ എടുത്ത് ആ ഒരു സാധനം ഞാൻ പറഞ്ഞ, അതായത് അവർക്ക് അയച്ചു കൊടുത്ത പിന്നീട് ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം. അതിനു മുമ്പ് ഇവർ പറയുന്ന മറ്റൊരു കേസുണ്ട്. ഈ പറയുന്നത് രണാസുനയുടെ പപ്പ, രണാസുനയുടെ സഹോദരി, അവരൊക്കെ പറഞ്ഞ പലതും എന്റെ കയ്യിൽ ഉണ്ട് എന്ന് ഈ പുള്ളി പറയുന്നുണ്ട്. അതിനെ കുറിച്ചാണ് എന്റെ ഇന്നത്തെ വീഡിയോ. ബാക്കി കേൾക്കാം. കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പുറലോകം അറിയും. ഇപ്പൊ അവർ ചോർച്ച മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ആള് പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. മൂത്ത മോള് എന്നെ വിളിച്ച് ഒത്തിരി ഫയർ ചെയ്തു. എന്തിനാ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ. പിന്നെ ഇവര് പറയുന്ന, ഞാൻ ഈ വീഡിയോ ഒന്നും കാണാറേ ഇല്ല. രേണുവിന്റെ ട്രോഫി ഋതുക്കുട്ടനെടുത്ത് പൊട്ടിക്കത്തില്ല. കാരണം മറ്റേ അച്ഛനല്ലേ. ഇനി ആഹാരം തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ ആ പൈസ തിരിച്ചു തരാൻ തയ്യാറാണ്. അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടു. ഫിറോസ് ഭായ് വണ്ടി അത്രയും മലപ്പുറത്തൊക്കെ വണ്ടി ഓടി ഇവിടെ വരുമായിരുന്ന മനുഷ്യൻ ഒക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനോട് എനിക്ക് സത്യം പറയാൻ എന്റെ കണ്ണ് നിറയുന്നു. എനിക്ക് വിഷമം കൊണ്ട് പറയും. ഇത് ഇവരെന്നെ വിളിച്ച് എത്ര പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ ചാനലുകാരെ വിളിച്ചിട്ട് മൊത്തം കാണിക്കും. ചാനലുകാർ ഇന്റർവ്യൂ എല്ലാം വരുവാണെങ്കിൽ 10,000-15,000 രൂപ അവർക്ക് കിട്ടണ്ടേ. 5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? നീ വന്ന് നോക്കുമോ? ഫിറോസ് വന്ന് നോക്കുമോ? ആര് നോക്കും? ആര് നോക്കണം? ഈ പറയുന്ന രേണുസുധിയുടെ പപ്പായും മമ്മിയും ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ ആര് നോക്കും? ഈ പറയുന്ന രണാസുനയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ ആര് നോക്കും എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്, അല്ലേ? ആങ്കർ കൊള്ളാം കേട്ടോ. എന്തായാലും ആങ്കർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയാണ് വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവർ അയച്ച ആ ഒരു സ്ക്രീൻഷോട്ട്, അതായത് എന്താണ് ഈ പറയുന്ന ഓരോരുത്തർ അയച്ചു എന്ന് പറഞ്ഞില്ലേ പൈസ, അതിന്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ വയ്ക്കും. അതിനുശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കോ. പേയ്മെന്റ് ടു രേണു 5000 രൂപ 2021 ജൂണിനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 500 രൂപ അയച്ചു. പിന്നെ രാഹുൽ ദാസ് എന്ന് പറയുന്നത് അറിയാമല്ലോ. രാഹുൽ ദാസ് എന്ന് പറഞ്ഞ മകന് അവൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം 500 രൂപ അയച്ചു കൊടുക്കുന്നു. സുധിയുടെ പേരിൽ അയച്ചു കൊടുക്കുന്നു. പിന്നീട് അവർ വളരെ സുധിയുടെ പേരിൽ 1000 രൂപ, പിന്നെ 2000, പിന്നെ ലിബു എന്നുള്ള എനിക്ക് തോന്നുന്നത് സഹോദരിയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ലിബുവിന്റെ പേരിൽ 1000, അങ്ങനെ പിന്നെ ഒരു 100, അങ്ങനെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി താജ് പറഞ്ഞ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ പറയുന്ന രണാസുനയുടെ അച്ഛനായ ഈ ഓന്ത് തങ്കു ഇപ്പം വന്ന് ഈ പറയുന്ന എന്താണ് വാളെടുത്ത് വെച്ച് വെട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചവരെ ദുഷിക്കാൻ വേണ്ടിയിട്ട് നിന്നല്ലോ. എനിക്ക് ചോദിക്കാം, താങ്കൾ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. താങ്കൾ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? ചുണയുണ്ടോ പറയാൻ വേണ്ടിയിട്ട്? താങ്കൾ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്?
എന്തു പേരിലാണ് അങ്ങനെ ഒന്നും സംഭവിച്ചത്? ഇത് കൃത്യമായിട്ട് ഇതിന്റെ വോയിസ് അടക്കം ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഇത് പറഞ്ഞത് താങ്കളുടെ വീട്ടിലുള്ളവർ പറഞ്ഞ വോയിസ് അടക്കം ഈ പിന്നീട് ഈ കശ്ശേരിയിലുണ്ട്. മനസ്സിലായോ? എന്തിനാണ് താങ്കൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? എന്തിനാണെന്നുള്ള കാരണം ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിൽ രനാസുനയുടെ കാരണവുമായിട്ടാണോ നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളത്? അന്ന് അവിടെ നടന്ന പ്രശ്നം, ഈ രനാസുനയെ ആരാണ് രാത്രി കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചെമറിനോട് ചേർന്ന് നിർത്തിയത്? ആരാണ്? എന്തുകൊണ്ട്? അത് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, അത് ആരാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഈ പുള്ളി പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വലിയൊരു കോലാഹലം നടക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ ഈ പറയുന്ന രനാസുനയുടെ സഹോദരി. ഇപ്പം ഘോരഘോരം ഈ പറയുന്ന രനാസുനയുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ. ഈ രനാസുനയെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ? മുമ്പ് വലിയ കാലമല്ല, കുറച്ചു കാലം മുമ്പ് ഈ രനാസുനയെ കുറിച്ച് പറഞ്ഞ, സ്വന്തം അനിയത്തിയെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. ഇനി ഓർമ്മയില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വോയിസ് ഒക്കെ ചട്ടപ്പട എന്ന് ഇവിടെ കിടന്ന് ഓടും. മനസ്സിലായോ? ഓർമ്മയുണ്ടോ? രനാസുന ഈ പറയുന്ന സ്വന്തം അച്ഛനെ കുറിച്ചും സ്വന്തം മകനെ കുറിച്ചും സ്വന്തം ഭർത്താവിനെ കുറിച്ചും സ്വന്തം സഹോദരിയെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ഇനി വെളിയിൽ വരണോ? അതൊക്കെ ഇനി എടുത്ത് വെളിയിലിടണോ? ഈ പറയുന്ന അച്ഛൻ ആത്മഹത്യയെ ശ്രമിച്ചത് എന്തിനെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോവും. മനസ്സിലായോ? ഇവിടെ എങ്ങനെ നിൽക്കത്തില്ല കാര്യങ്ങൾ. ഈ പറയുന്ന രനാസുന ഭർത്താവിന്റെ കൂട്ടുകാരനുമായിട്ട് എന്താണ് നിങ്ങളൊരു പ്രശ്നം ഉണ്ടായിരുന്നത്? എന്താണ് അടിയിലുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ പറയുന്ന രനാസുനയുടെ മൂത്ത മകൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് തങ്ങളെ കുറിച്ച് ഒരു കാര്യവും പറയാത്തത്? എന്തുകൊണ്ടാണ് അവൻ മൗനമായിട്ടിരിക്കുന്നത്? അവനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അവൻ നമ്മളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരായിട്ട് ഞാൻ വീഡിയോ ഇടും എന്ന് താങ്കൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കാര്യമാണ് താങ്കൾ ഈ പറയുന്ന ഈ രനാസുനയുടെ മകനെ കുറിച്ച് എന്ത് സീക്രട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എന്താണുള്ളത്? എന്തുകൊണ്ടാണ് രനാസുനയുടെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ മകൻ താങ്കളെയൊക്കെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒന്നും അറിയാതെ ഇരുന്ന് പറയുന്നതല്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി കൃത്യമായിട്ട് അറിഞ്ഞ് രനാസുന ആരാണ്, എന്തായിരുന്നു പാസ്റ്റ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം തന്നെയാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയത് എന്നുള്ളതാണ്. പൈസ മാത്രമല്ല, തുടികൾ, ആ കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ, പിന്നീട് രനാസുനയ്ക്ക് ഡ്രസ്സുകൾ, അത് പഴഞ്ചൻ ഡ്രസ്സൊന്നും അല്ല, പുതിയ ഡ്രസ്സ്, താങ്കൾക്ക് 10,000 അയച്ചു തന്ന ഈ പറയുന്ന റെക്കോർഡുകൾ, അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ, ഈ ക്യാഷൊക്കെ എന്ത് ചെയ്തു താങ്കൾ? ഇത് ഒന്നോ രണ്ടോ വ്യക്തിയിൽ നിന്ന് ബാക്കി എത്രയോ പേര് താങ്കളെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്, താങ്കളുടെ ദാരിദ്ര്യം കണ്ട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പുറത്തു വിട്ടുന്ന പൈസ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് താത്തിട്ടിരിക്കുകയാണ്. താങ്കൾ പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാം, നിങ്ങൾ ഓരോരുത്തരും 50,000 വെച്ച് തന്നാൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാം എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അത്രയ്ക്കുള്ള വരുമാനം കിട്ടുന്നുണ്ട് എന്നാണല്ലോ. 4,000 എന്ന് പറയുമ്പോൾ ചിലർക്ക് 5,000 എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് ഈ 5,000 എന്നൊക്കെ പറയുന്നത്. ഒരു സിനിമയിൽ നിൽക്കുമ്പോൾ 10-15 ദിവസം അല്ലെങ്കിൽ 10-20 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ ഓരോ ദിവസവും 5,000 വെച്ചാകുമ്പോൾ കൂട്ടി നോക്ക്. അല്ലാതെ ഒരു സിനിമ മൊത്തമാണ് 5,000 ആണെങ്കിൽ അതിനെയും കാട്ടി തൊഴിലുറപ്പിന് പോയാൽ ഇതിനെയും കാട്ടി പൈസ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യം. ഇനി കിച്ചിയുടെ മകന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കിച്ചു ഭയക്കുന്നു, അല്ലെങ്കിൽ എന്ത് പിന്നീട് ബോംബാണ് ഇവരിങ്ങനെ കൊണ്ടു നടക്കുന്നത് കിച്ചുവിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അറിഞ്ഞ കേസ് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കേസ് ഞാൻ പറഞ്ഞുതരാം. അത് ഇനി അവരായിട്ട് പൊട്ടിച്ച് ഇനി അതൊരു ബോംബായിട്ട് കൊണ്ട് നടക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന ഈ പയ്യന് കുറച്ച് ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അവസാനം പറഞ്ഞു, കുറച്ച് ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവര് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ദുശ്ശീലവും ഇല്ലാത്ത വളരെ നീറ്റായിട്ട് പോകുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. മനസ്സിലായോ? ഈ ഒരു സാധനം മുമ്പുണ്ടായിരുന്ന ദുശ്ശീലങ്ങൾ ഈ പറയുന്ന വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രനാസുനയിൽ അതിന്റെ സാധനമുണ്ട്. അത് വെച്ചാണ് ഈ രനാസുന കിച്ചുവിനെ ഭയപ്പെടുത്തുന്നത്. ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്ത് പുറത്തിടും. എനിക്കിത് കിച്ചു കേട്ടോണ്ടിരിക്കും. കിച്ചിന്റെ അടുത്ത് പറയാനുള്ളത് അതൊന്നും വലിയ ഇപ്പം ഈ പറയുന്ന എനിക്ക് അന്നൊരു കാലത്ത് അങ്ങനെ ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു, ഞാനിപ്പോ നിർത്തി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഈ പറയുന്ന ഒരു ആറ്റം ബോംബ് കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് അത് താങ്കൾ ഇനി അതൊരു ആയുധമായി കൊണ്ട് നടക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ അതങ്ങ് പൊട്ടിച്ചത്. നിങ്ങൾക്ക് ആർക്കും കേൾക്കുമ്പോൾ വലിയൊരു ഇതായിട്ട് തോന്നുകയും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതങ്ങ് പൊട്ടിച്ചത്. മനസ്സിലായി? ഞാൻ അതങ്ങ് പൊട്ടിച്ചു വിടേണ്. ഇനി ആർക്കും ഇനി അതിലേക്ക് പിടിച്ചു കിടന്ന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. അത് ഞാൻ അങ്ങ് പൊട്ടിച്ചു വിടേണ്. അപ്പോ
തങ്കു ഈ പറയുന്ന രണാസുനയ്ക്ക് വേണ്ടിയിട്ട് വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്ന തങ്കു എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചു? അതിന്റെ ഉത്തരം, ആ ഒരു ഉത്തരം, എന്തിന് കയറെടുത്തു കെട്ടി തൂങ്ങാൻ വേണ്ടിയിട്ട്? അവിടെ ഒരു കോലാഹലം നടന്നല്ലോ. എന്തിനാണ്? എന്ത് തെറ്റാണ് അവന് ഈ രണാസുന അപ്പൊ ചെയ്തത്? ആ തെറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉരിഞ്ഞു പോകും, ഇന്ന നിൽപ്പിൽ ദഹിച്ചു പോകും. നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. അതിന്റെ വോയിസ് അടക്കം മനസ്സിലായോ? ഉണ്ട് എന്നുള്ളതാണ്. അതും താങ്കളുടെ വീട്ടുകാരുടെ തന്നെ വോയിസുകളാണ്, നമ്മുടെ കാര്യമല്ല. താങ്കൾ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് സഹോദരിയാകട്ടെ, ഈ പറയുന്ന അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, അവര് തന്നെ പരസ്പരം പറഞ്ഞ വോയിസുകളാണ്. അതൊന്നും പുറത്തിടാൻ വേണ്ടിയിട്ട് നമ്മളെ നിർബന്ധിപ്പിക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ചാട്ടം കുറച്ചൊന്ന് നിർത്ത്, അഹങ്കാരം കുറച്ചൊന്ന് അടങ്ങ് എന്നുള്ളതാണ്. ബിഗ് ബോസിന് എന്തോ ഒരു പ്രശ്നം വന്നു എന്ന് ഞാൻ അറിയുന്നു. ആ പ്രശ്നം ഒഴിവായി പോട്ടെ. കൺഫേം ആയിരുന്ന വ്യക്തിയാണ്. ഇപ്പോ നമ്മൾ അറിയുന്നു ചെറിയ പ്രശ്നം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ അഹങ്കാരങ്ങളൊന്ന് കുറച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് തന്നെ കൊള്ളാം. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.